സുഖല്ലേ? ഇന്നൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനൊരു ചെറിയൊരു പേപ്പർ കട്ടിങ് കണ്ടു. അതായത് വാട്സപ്പിൽ ചെറിയൊരു പേപ്പർ കട്ടിങ് കണ്ട്. അതൊരുപാട് സന്തോഷം നൽകിയൊരു കാര്യം. വേറെ ഒന്നുമല്ല, നമ്മുടെ മമ്മൂക്കനെ സംബന്ധിച്ചൊരു കാര്യം തന്നെ. അദ്ദേഹം ഒരു ഹെൽപ്പ് ചെയ്തു. സാധാരണ അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം, കുറേ പേർക്ക് അറിയാത്തത് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അങ്ങനത്തെ ഒരു ഇതല്ല. കാരണം അദ്ദേഹം ഒരുപാട് ഹെൽത്ത് പ്രശ്നമായിട്ട് അദ്ദേഹം റെസ്റ്റിലാണ് എന്നുള്ള ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെടുത്ത് നിന്ന് കിട്ടിയൊരു എന്താ പറയുക, ഒരു ഹെൽപ്പ്, ഒരുപാട് എന്താ പറയുക, മറ്റൊരു ഒരാൾക്കൊരു സന്തോഷം കിട്ടുക ഭയങ്കര നമുക്കൊരു എന്താ പറയുക, അതൊരു അഭിമാനമാണ്. അതായത് ഞാനൊരു മമ്മൂക്ക ഫാൻ എന്ന രീതിയിൽ എനിക്ക് വളരെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. വേറെ ഒന്നല്ല, ഒരു മലപ്പുറം സ്വദേശി ഒരു ഓട്ടോ ഡ്രൈവറായ അലി എന്ന ഒരാളുടെ മകള്, 3.5 വയസ്സുള്ള ഒരു മോള് നിദാ ഫാത്തിമ എന്ന ഒരു മോൾക്ക് ജനിച്ചപ്പോഴേ ഹൃദയത്തിന് ഒറ്റ അറയുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. വെറും 3.5 വയസ്സുള്ളൂ. അങ്ങനെയുള്ള ആ മോൾക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് മലപ്പുറം തിരൂർക്കാട് മമ്മൂക്ക ഫാൻസിലെ ഒരു വ്യക്തി ജസീർ ബാബു എന്ന ഒരാളെ മുഖേന മമ്മൂക്ക അറിയാൻ ഇടയായി. ഉടനടി അതിനുള്ള പരിഹാരം മമ്മൂക്ക കണ്ടു. സാധാരണ ഈ ജസീർ ബാബു, അതായത് മമ്മൂക്ക ഫാനായ ഈ ജസീർ ബാബു സാധാരണ ഒരുപാട് കാലങ്ങളായി അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ഓരോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷ് ചെയ്യാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷേ അങ്ങനെ ഇരുന്നിട്ടും ഇദ്ദേഹം ഈ ഒരു മോളുടെ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ വിത്തിൻ സ്പോട്ടിൽ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു എന്താ പറയുക സഹകരണത്തോടെ നടത്തി വരുന്ന കെയർ ആൻഡ് ഷെയർ എന്ന ഫൗണ്ടേഷനുമായി സഹകരിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് ആ മോളുടെ എന്താ പറയുക സർജറി 3 ശസ്ത്രക്രിയ ഉണ്ടായിരുന്ന 3 കഴിഞ്ഞ് അൽഹംദുലില്ലാ റാഹത്തായിട്ട്. അത് എന്താ പറയുക, നമ്മൾ എന്തിനും മെസ്സേജർ അതിന് റിപ്ലൈ തരാതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വിത്തിൻ സ്പോട്ടിൽ അതിന് റിപ്ലൈ തന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഹങ്കാരമാണ്, അല്ല അദ്ദേഹത്തിന് ജാടയാണ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ പറയും. അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അറിയാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഒരുപാട് വിമർശനം. അദ്ദേഹം ഒരുപാട് എന്താ പറയുക, ഞാൻ അദ്ദേഹത്തെ ഒരു പൊക്കി പറയല്ല. കാരണം ഒരുപാട് സഹായങ്ങൾ കെയർ ആൻഡ് ഷെയർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ നേത്ര ശസ്ത്രക്രിയ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി ചെറിയ മോശമായിട്ട് അദ്ദേഹം റെസ്റ്റിലാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമയും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിൽ വീട്ടിലിരിക്കുകയാണ്. എന്നിട്ട് കൂടി ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിനുള്ളൊരു എന്താ പറയുക, അദ്ദേഹം അവിടുത്തെ മാനേജ്മെൻറ്റ് സംസാരിച്ച് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു എന്താ പറയുക, മമ്മൂക്ക എന്ന ഒരു അഭിമാന സ്തംഭം ആയിട്ടും അവിടെ വെക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും മമ്മൂക്ക ഒരുപാട് നന്ദി. കാരണം ഒരു മലപ്പുറത്തുകാരനായിട്ട് ഒരു മലപ്പുറംകാരിയായ ഒരു മോൾക്ക്, മലപ്പുറം എന്നല്ല എന്നാൽ കൂടി ഒരു മലപ്പുറംകാരിയായൊരു മോൾക്ക് നിങ്ങളിൽ നിന്നൊരു സഹായം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അത് പറയാൻ തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ആ പേപ്പർ കട്ടിങ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്താ പറയുക, ഇന്നല്ലെങ്കിൽ നാളെ പോണ ജീവനാണ്. ആ ജീവന് അദ്ദേഹം ഒരു വില കൽപ്പിച്ചെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും പറയാം. അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരുണ്ടാവാം, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ആരുമായിക്കോട്ടെ. നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു എന്താ പറയുക, ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ഒരു മനുഷ്യസ്നേഹി. ആ കാര്യത്തിൽ മമ്മൂക്ക ഹാറ്റ്സ് ഓഫ് യു. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പറയാൻ. വളരെ സന്തോഷം കൊണ്ട് ഒരു വീഡിയോ ചെയ്താണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ.